ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് അരിപ്പൊടിയും ചക്കയും വെച്ചിട്ടുണ്ടാക്കണ ഒരു ഈവനിങ് ഒക്കെ കുട്ടികൾക്ക് കഴിക്കാൻ, മഴയൊക്കെയുള്ള സമയത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള പലഹാരമാണ്. പക്ഷെ കുറേ ടൈമൊന്നും വേണ്ട. നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ ആവശ്യത്തിന് വീട്ടിലുള്ള ആളുകൾ എത്രയാണോ, ചക്ക നമ്മുടെ കയ്യിൽ എത്രയുണ്ടോ അതിനനുസരിച്ചുള്ള 2 സാധനങ്ങൾ എടുക്കുക. അരിപ്പൊടി എടുക്കുക. അത് ഇന്ന അളവെന്നൊന്നുമില്ല. ഇപ്പോൾ ഞാനൊരു 2 തവി അരിപ്പൊടിയും പിന്നെ ഒരു 3 തവിയോളം ചക്കയാണ് ഇട്ടിട്ടുള്ളത്. ഇത് ചക്ക ഞാൻ വിരകിയ ചക്കയാണ്. കുറച്ച് ചക്ക ബാലൻസ് വന്നപ്പോൾ അത് വേവിച്ച് ഫ്രീസറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ചെടുത്തിട്ട് തേങ്ങയും കൂടിയിട്ട് ഒരുമിച്ചിട്ടടിച്ച് കുറച്ച് ലൂസായിട്ടുള്ള പരുവത്തിൽ വേണം അടിക്കാനായിട്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ബാലൻസ് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ആഡ് ചെയ്യേണ്ടത് പച്ചവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അതിപ്പോൾ ഇട്ടത് ഏലക്കപ്പൊടിയായിരുന്നു. ഏലക്കപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലെങ്കിൽ അത് ഏലക്കപ്പൊടി ഇട്ടു. എന്നിട്ട് അതിൻ്റെ പരുവ് എങ്ങനെയുണ്ട് നോക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ പോലെ മിക്സിയുടെ ജാറിൽ നിന്ന് അത് നോക്കി അതിൻ്റെ പരുവ് നോക്കിയതിന് ശേഷം ഒരു പ്ലേറ്റ് എടുക്കുക. ആ പ്ലേറ്റിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ എന്താ വെച്ചാൽ അത് തടവിയതിന് ശേഷം വേണം ഒഴിക്കണം. അപ്പോൾ തീരെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ ചൂടാറണം. അത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം. ചൂടാറാനുള്ള സമയമൊന്നും കുട്ടികളുടെ വീടുകളിൽ ഉണ്ടാവില്ല. അവർക്ക് എപ്പോഴും വേഗം കിട്ടുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇത് നമ്മുടെ മിക്സിയിൽ നിന്ന് തന്നെ ഞാൻ ഒഴിക്കുകയാണ്. അതാത് പ്ലേറ്റുകളിലേക്ക് അത് ഒഴിച്ച് അതിന് ശേഷം ഞാൻ സ്റ്റീമർ വെച്ചിട്ടുണ്ടായിരുന്നു അടുപ്പത്ത്. എൻ്റെ ഇഡ്ഡലി തട്ടാണ് നിങ്ങളുടെ ഏതാ കയ്യിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ വയ്ക്കുക. ഇതിപ്പോൾ വെച്ച് അത് നല്ലോണം ആവി വന്നതിന് ശേഷം ഇത് വയ്ക്കുക. അപ്പോൾ കുറച്ചും കൂടി, അതായത് അതിൻ്റെ ഉള്ളിലിരുന്ന് കല്ലയ്ക്കാൻ പാടില്ല എന്നാണ് പറയുക. നമ്മൾ നല്ലോണം ആവി വന്നത് കണ്ടു കഴിയുമ്പോൾ ഈ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് വയ്ക്കുക. ജസ്റ്റ് ഒന്നിങ്ങനെ തട്ടി കൊടുത്തോളൂ. അപ്പോൾ ഇങ്ങനെ ഒരു പരന്ന് വരും. നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ നമുക്കിത് പരക്കാണ്ടാവുമ്പോൾ എന്താണാവുമോ എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ആ ഒരു പരുവത്തിലേക്ക് ആക്കിയെടുക്കുക. അപ്പോൾ എന്നിട്ട് നമ്മൾ സാധാരണ പോലെ ഇഡ്ഡലിക്ക് നമ്മളിപ്പോൾ വട്ടയപ്പൊക്കെ ആവിക്ക് വയ്ക്കില്ലേ, അതുപോലെ ഇത് ആവിക്ക് വയ്ക്കുക. അതൊന്ന് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ആ പ്ലേറ്റ് അങ്ങനെ തന്നെ അങ്ങോട്ട് വയ്ക്കുക, അടയ്ക്കുക. കുറച്ച് നേരം ഒരു 10 മിനിറ്റ് കഷ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 10 മിനിറ്റൊക്കെ ഇരുന്നിട്ടുണ്ട്. 10 മിനിറ്റ് കഴിയുമ്പോൾ ആവി അത് വെന്തോന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നമ്മൾ സാധാരണ സ്ക്വയറിൽ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചൂടാറണമെന്നൊന്നുമില്ല. ഒരു കട്ടൻ ചായയും ഇങ്ങനെ ഒരു പീസും ഉണ്ടെങ്കിൽ നമുക്കൊരു ഈവനിങ്ങിൽ കുട്ടികൾക്ക് കൊടുക്കാം. ഒരു വെറൈറ്റി ഫുഡായിരിക്കും. ഈ മഴ സമയത്തൊക്കെ കഴിക്കാൻ നല്ല സ്വാദാണ്. അപ്പോൾ ഇത് ബാക്കിയുള്ളതൊക്കെ നമുക്കങ്ങനെ കറക്റ്റ് ചേരുവ ഇന്നതെന്നൊന്നുമില്ല. നമ്മുടെ ആവശ്യാനുസരണം അളവുകൾ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ്. വലിയ തലവേദന പിടിച്ച പണികളൊന്നുമല്ല. കുട്ടികളിലൊരുക്കും തിരക്ക് പിടിച്ച് ജോലി കഴിഞ്ഞ് വരുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റിയൊരു ഈസി സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് മെസ്സേജ് ചെയ്യണം കേട്ടോ.